കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നുവെച്ചാ നീ മനഃപൂർവ്വം വൈദേഹിയാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? സത്യം പറ ജാനകി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞോ, എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാന്ന് ചോദിച്ചാ ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി മാത്രം. വൈദേഹിക്ക് അന്യായം നടക്കാതിരിക്കാൻ വേണ്ടി മാത്രം. ഇന്ദുമ്മയുടെ കൊച്ചുമോന്റെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. അതിന് നിനക്കെന്ത് കാര്യം? ഇത് നീയുമായിട്ട് എന്ത് ബന്ധമുള്ളേ? ബന്ധമുണ്ട്. എല്ലാവരെക്കാളും കൂടുതൽ എനിക്ക് തന്നെയാണ് ബന്ധമുള്ളത്. സത്യത്തിൽ ഞാൻ ഞാനങ്ങനെ ആർക്കെന്ത് പറ്റിയ എനിക്കെന്താന്ന് കരുതി മാറി നിൽക്കുന്ന കൂട്ടത്തിലല്ല ഇന്ദുമ്മേ. ആരെങ്കിലും എനിക്കൊരു ചെറിയ സഹായം ചെയ്താ അവർക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കളയും. അവരുടെ സന്തോഷവും വിഷമവും എല്ലാം എനിക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യും. ഇവിടേക്ക് വന്ന ശേഷം മനസ്സിലായത് ഇന്ദുമ്മയുടെ കൊച്ചുമോന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ദേവേട്ടൻ ഇവിടെ വൈദേഹി വന്ന് കല്യാണം മുടക്കാൻ കാത്തിരിക്കാം. ബാക്കിയുള്ളവര് വൈദേഹി മരിച്ചു പോയെന്ന് തീരുമാനിച്ചിരിക്കാം. എങ്കിൽ മരിച്ചുപോയ വൈദേഹി പ്രേതായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. ഇന്ദുമ്മയ്ക്ക് തീർത്തും പറയാൻ പറ്റുമോ? കൊച്ചുമോളാണെന്നും പറഞ്ഞ് കയറി വന്ന മാളവിക ശരിക്കും സത്യമാണെന്ന് പൂർണ്ണമായിട്ട് അതങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മയുടെ മോനും മരുമോളും പറയുന്നത് വിശ്വസിക്കല്ലാതെ ഇന്ദുമ്മയുടെ മനസ്സത് സ്വീകരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് സംശയമുണ്ട്. എനിക്കും അതേ സംശയം തന്നെയായിരുന്നു. വൈദേഹി ചേച്ചിയുടെ ഉണ്ടായിരുന്നപ്പോ മാളവിക ഇവിടെ താരുമല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി പലതരത്തിൽ ശ്രമിച്ചതാ. പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. നമ്മുടെ രാജഗുരുക്കള് മാളവികയ്ക്കും ഭാര്യയ്ക്കും അവകാശമുണ്ടെന്ന് കത്തെഴുതി തന്നിട്ടാ പോയത്. അച്ഛനും അമ്മയും ചേർന്ന് മാളവികയുടെ കൂടെ കല്യാണം നടത്താനും തീരുമാനിച്ചു. ഇതിനിടയ്ക്കാ ഗുരുക്കൾ എഴുതി തന്നത് വേറെയാണെന്ന് മനസ്സിലായത്. ആ കത്താര മാറ്റിയത് എന്നൊന്നും എനിക്കറിയില്ല. കൗസല്യമ്മ എന്തിനത് കീറി കളഞ്ഞു എന്നും എനിക്കറിയില്ല. പക്ഷെ നടന്ന കൊച്ചു നോക്കുമ്പോ മാളവിക ഇവിടെ താരും അല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇതൊക്കെ മനസ്സിലായിട്ടും വൈദേഹി ചേച്ചി ഇവിടെ ഇറങ്ങിപ്പോയതിനു ശേഷവും ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാഞ്ഞിട്ടാ ഒരൊറ്റ അക്ഷരം പോലും പുറത്തു പറയാതെ മിണ്ടാതിരുന്നത്. ഇനി ഇന്ദുമ്മ തന്നെ തീരുമാനിക്കേ. ആരാണ് എന്താണെന്ന് അറിയാത്തൊരാളെ ഇന്ദുമ്മയുടെ കൊച്ചുമോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ദേവേട്ടൻ ഈ കല്യാണത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടും വൈദേഹി തന്നെ വന്ന് കല്യാണം മുടക്കണമെന്നുള്ള ദുർവാശിയും കൊണ്ടിരിക്കുക. ഒരു പക്ഷെ വൈദേഹി വന്നില്ലെങ്കിലോ എല്ലാം കൈവിട്ടു പോവില്ലേ? ഈ കല്യാണം നടക്കാൻ പാടില്ല.
ഞാനാ നിന്നോട് പറയുന്നത്, എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാൻ പറ്റിയാ അതങ്ങ് ചെയ്തേക്ക്. എന്റെ മോനും മരുമോളും ഇപ്പോ സത്യം മനസ്സിലാക്കുന്ന അവസ്ഥയിലല്ല. നമുക്കൊരു കാര്യം സത്യമെന്ന് മനസ്സിലായ മറ്റാരും അത് വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ ആ സത്യത്തെ മൂടി വെക്കാതെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യണം. ഇന്ദുമ്മ പറഞ്ഞത് തന്നെയാ ശരി. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. വൈദേഹി ചേച്ചി ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വരും. ചേച്ചിയുടെ ഒരിക്കലും നെറിയേട് കാണിക്കരുത്. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കണം. ഞാൻ മുടക്കാം. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഞാൻ മുടക്കും. നാളെ തെളിവുകളുമായിട്ട് എന്തായാലും രാഹുൽ വരുമല്ലോ. ഈ കല്യാണം മുടക്കാൻ ഇപ്പൊ ഒരു വഴി അത് മാത്രമേ ഉള്ളൂ. ഭാവങ്ങൾ താനേ പകർത്തുന്നു ആരാമ പുഷ്പങ്ങൾ ആലോലരായി. അഭിലാഷവർണ്ണമണിഞ്ഞു ഒരു പ്രേമ സന്ദേശം മകതാരിലെഴുതുന്നു ആലോലം ഞാൻ. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു. പുതുപുളകങ്ങൾ പെയ്തു മഴമേഘങ്ങൾ താഴെ കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു. നീ എവിടെ വൈദേഹി? ഒന്ന് പെട്ടെന്ന് വാ. മാളവികേ, അന്ന് ഞാനിവിടെ ഇല്ലാത്തോണ്ട് കതിർ മണ്ഡപത്തിൽ നിന്ന് താലി കെട്ടാതെ എന്റെ ദേവേട്ടൻ ഇറങ്ങിപ്പോയതാ. ഇപ്പൊ ഞാൻ തന്നെ നേരിട്ട് വന്നാ പിന്നെ ജീവിതകാലം ദേവേട്ടൻ നിന്റെ മുഖത്തേക്ക് പോലും നോക്കില്ല. അതാണ് എന്റെ ഭർത്താവ് ദേവൻ. വൈദേഹി, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ, നിനക്ക് നിന്റെ ഭർത്താവിനെ കാണണോ? ഇത് നിന്റെ വീടും നിന്റെ ഭർത്താവും അല്ലേ? ആരെ പേടിക്കുന്നേ? ചെല്ല് ചെല്ലടി. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവാ. രാഹുല് നാളെ തെളിവുകളുമായിട്ട് വരുന്നുണ്ട്. നാളത്തോടെ മാളവികയുടെ ചായം വെളുക്കും. ഈ കല്യാണം നടക്കില്ല ദേവേട്ടാ. ഇനി എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാ മതി. എന്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ള സത്യം എനിക്ക് ഉറപ്പാ. പെട്ടെന്ന് അതും ഞാൻ കണ്ടുപിടിക്കും. അതിനുശേഷം ദേവേട്ടന്റെ മുന്നിലേക്ക് വൈദേഹിയായിട്ട് ഞാൻ വരും. ഇനി നമ്മുടെ ജീവിതത്തില് ആരെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല.
ഇനി മരണം വരെ നമ്മൾ ഒന്നിച്ച് സന്തോഷായിട്ട് ജീവിക്കും. ഇനി നമ്മുടെ കുടുംബം, മക്കൾ, നമ്മുടെ ലോകം, അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും നിറവേറും. എന്താ ഉമ്മ വേണോ ദേവേട്ടാ? ശരി, ഒരെണ്ണം തരാട്ടോ. എടാ കള്ളക്കൊതുകെ, എന്റെ ഭർത്താവിനെ എത്ര കാലങ്ങൾക്ക് ശേഷം എന്റെ കയ്യിലൊന്ന് തനിച്ചു കിട്ടുന്നത്. എന്നിട്ട് എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ ഭർത്താവിന്റെ കവളത്ത് കയറിയിരിക്കുക. ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാം, നിക്ക്. ഏയ്, ഇവിടെ വന്നിരിക്ക. നിന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ? ആ, കണ്ടു കണ്ടു. വരുന്നേ, ഞാൻ വരുന്നേ. നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടോ? നിക്ക്, ഇന്ന് നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. എവിടെ പോയി ഈ കൊതുക്? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ചത്തുത്തോലയെ. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ആരോടും ഒരു ദേഷ്യം തോന്നാത്തതാ. എന്റെ ദേവേട്ടനെ എന്തിനാ തൊട്ടെ? അതല്ലേ എനിക്ക് ദേഷ്യം വന്നേ. വെറുതെ എന്റെ കൈകൊണ്ട് ചത്തില്ലേ? ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയോ? എന്റെ കയ്യിൽ നിന്നെ കിട്ടാത്തത് എന്താ? നിക്ക് കൊതുകെ, നിക്കാൻ. എന്നോട് നിക്കാനാ പറഞ്ഞത്. നിന്നില്ലെങ്കിൽ നിന്നെ കൊതുകാണെ സത്യം ഞാൻ തല്ലിക്കൊല്ലും. എന്റെ പൊന്നു മോളെ, നമ്മളെ കൊല്ലാൻ ഒരുപാട് മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിനിടയ്ക്ക് സത്യം കൂടി വേണോ? അത് അങ്ങനെ പറയ്. എനിക്കൊന്ന് ഉമ്മ വെക്കാൻ തോന്നിയപ്പോ എന്റെ ഭർത്താവിന്റെ കവളത്ത് കയറിയിരിക്കുന്നോ? അത്രയ്ക്ക് ധൈര്യം നിനക്ക്? അതിനിപ്പോ എന്താ? വിശന്ന് വയറ് എത്തിയപ്പോ 4 തുള്ളി ചോരയും കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചപ്പോ നിന്റെ ലെക്ചറടിയും കൂടി കേൾക്കണോ ഞാൻ? എന്റെ ഭർത്താവിന്റെ ചോര കുടിക്കാൻ വന്നാ എനിക്ക് ദേഷ്യം വരില്ലേ? അയ്യോടാ, അവളുടെ ഒരു ദേഷ്യം. നിന്റെ ഭർത്താവ് തല്ലി കരണം പൊളിച്ചപ്പോ വരാത്ത ദേഷ്യമാണോ ഞാനൊന്ന് കുത്തിയപ്പോഴേക്കും വന്നത്? എന്റെ ഭർത്താവ് എന്നെ തല്ലോ കൊല്ലോ എന്ത് വേണേലും ചെയ്യട്ടെ, അതൊക്കെ എനിക്ക് ഇഷ്ടം. നിനക്കെന്ത് കാര്യം? നിനക്കറിയോ, എന്നെ ദേവേട്ടൻ തല്ലിയതുകൊണ്ട് എനിക്ക് വിഷമമല്ല, സന്തോഷാ തോന്നിയത്. തല്ല് കൊണ്ടിട്ട് സന്തോഷായിരുന്നോ? ഇതിനെ വട്ടെന്നാ പറയാറ്. എങ്കി വട്ടം അവിടെ ഇരുന്നോട്ടെ. നിനക്കൊരു കാര്യം അറിയോ? ദേവേട്ടൻ എനിക്ക് വേണ്ടി ഭ്രാന്തനെ പോലെ കിടന്ന് പെടയുന്നത് കണ്ടപ്പോ എനിക്കും ഭ്രാന്തായി പോയി. അയ്യോടാ. എന്തോന്ന് അയ്യോടാ? സത്യായിട്ടും ദേവേട്ടൻ എന്നെ എന്തിനാ തല്ലിയെന്നറിയോ? വൈദേഹി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, പ്രേതായിട്ട് വന്നൂന്ന് പറഞ്ഞതിനായിരുന്നു. അപ്പോ ദേവേട്ടൻ ദേഷ്യപ്പെട്ടത് എന്തിനാ? എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതുകൊണ്ടാ ദേഷ്യം കൊണ്ട് തല്ലിയാലും എന്നോടുള്ള സ്നേഹം കൂടുതലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ സന്തോഷം. നിന്റെ സന്തോഷം നിന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ പട്ടിണി മാറിയില്ലല്ലോ. ഹേയ്, ഈ വീട്ടിൽ ഇനി വേറെ ആൾക്കാരുണ്ടല്ലോ, അതിലാരെയെങ്കിലും ചെന്ന് പിടിക്ക. അവരുടെയൊക്കെ ദേഹത്ത് ഇതിലും നല്ല ചോരയുണ്ടാവും.
എന്റെ ദേവേട്ടന്റെ അടുത്തോട്ട് എങ്ങാനും വരാൻ നോക്കിയ തല്ലിക്കൊല്ലും, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാലും പാവം എന്റെ ദേവേട്ടനെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നോക്കിക്കേ, എന്തൊരു പാവം ദേവേട്ടനാ. ഇതാ ഇപ്പൊ നന്നായ. ഉറുമ്പരിക്കാതെ പേന പിടിക്കാതെ മനുഷ്യർ വളർത്തിയതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങളെ പോലെയുള്ളവരെയും വെറുതെ വിടാണ്ടായോ? ഇങ്ങനത്തെ 4 ഭാര്യമാരുണ്ടെങ്കിലേ ഞങ്ങള് പട്ടിണി കിടന്ന് ചാവും. എന്നെ പോലുള്ള ഭാര്യമാരില്ലാത്ത ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന ആരെങ്കിലും കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാനാ? നീ നിന്റെ പുനാര ഭർത്താവിനെ ഉമ്മ വെച്ച് കിടന്നുറങ്ങിക്കോട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. എന്റെ ഭർത്താവ്, എന്റെ ഇഷ്ടം. അതിൽ നിനക്കെന്താ കാര്യം? നോക്കിക്കേ, ചക്രമുത്ത് ചുന്ദരനല്ലേ എന്റെ ദേവേട്ടൻ. നോക്ക്, ഇനിയെങ്കിലും ഇവിടെ നിന്ന് പോയി തരുമോ? ഒന്ന് പോ. കണ്ടോ ദേവേട്ടാ? ദേവേട്ടന്റെ ഈ സൗന്ദര്യം കണ്ടിട്ടല്ലേ വഴിയെ പോന്ന കൊതുകിന് പോലും വന്നാ കവളത്തിരിക്കാൻ തോന്നുന്നത്. എന്റെ ചുന്ദരക്കുട്ടനല്ലേ ഇത്? കൊതുക് പോയ സ്ഥിതിക്ക് ഒരുമ്മ തരാട്ടോ. പുലർവെയിൽ നാളം തലോടുമ്പോൾ മഞ്ഞിൽ പറന്നിടും പൊൻതൂവലാകും ഞാൻ. നീ എൻ വിരൽ തൊടാൻ കൈ നീട്ടിയെന്നാലോ ആകെ ചുവന്നിടും തൂവാകയാകും ഞാൻ. കാണാതിരുന്നാൽ ഒരു കാർമേഘമായി നീ കൂടെ കൂടുമ്പോൾ ചിലും മിണ്ടാതെ പെയ്യും കളിരേറും നിലവായി ഞാൻ വന്നിറങ്ങും ചെറുചില്ലോടിലൂടെ. എന്നോട് ദേവേട്ടന് ഇത്രയേറെ സ്നേഹം ഉണ്ടായിരുന്നോ? എന്നാ ഞാൻ എത്ര ഭാഗ്യവതിയാ. ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനല്ലേ? ദേവേട്ടന് എന്നെ തെരഞ്ഞു നടക്കുക, എന്നെ കുറിച്ച് മാത്രം ഓർത്ത് വിഷമിക്ക, ഞാനില്ലെങ്കിൽ ജീവിക്കില്ല എന്ന് പറയാ. ഇതെല്ലാം ദേവേട്ടന്റെ അരികിൽ നിന്ന് കണ്ട പ്രശ്നങ്ങളൊക്കെ തീർന്ന് ദേവേട്ടന്റെ മാത്രം വൈദേഹിയായി ഇങ്ങനെ ദേവേട്ടനിൽ മാത്രം പറ്റിച്ചേർന്ന് ജീവിക്കാൻ കൊതിയാവാ. അവനെ എങ്ങനെയെങ്കിലും പിടികൂടണം. ചേട്ടാ ചേട്ടാ, അവൻ പുറകെ കൂടെ രക്ഷപ്പെട്ടു പോയി. ഏയ് വാടാ. എന്ത് പറ്റി മാളവികെ? ചേച്ചി, എന്തു പറ്റി? എന്താ അമ്മേ കാര്യം? അങ്ങോട്ട് നോക്കിയമ്മേ. എന്തോ
നീ നോക്കി നിൽക്കുന്നത്? നിന്റെ ദേവേട്ടന്റെ അടുത്ത് കിടക്കുന്ന ആ പിശാചിനെ വലിച്ച് പുറത്താക്കുന്നുണ്ടോ? ചെല്ലങ്ങോട്ട്. ജാനകി, നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കരുത് ദേവേട്ടാ. ഇങ്ങോട്ട് വന്നേ നീ. മാളവിക, 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 ഞാൻ പറയുന്നൊന്ന് കേക്ക്. മാളവിക, നിക്ക്, പറയുന്നത് കേക്ക്. ഓടി ഇവിടുന്ന് പോയി വല്ല കടത്തിണ്ടേലും പോയി കിടക്ക്. അതല്ലാതെ ഈ പടി ചവിട്ടാന്ന് ഒരിക്കലും നീ കരുതണ്ട. ഓടി. വാ ദേവേട്ടാ. അയ്യോ വാ ദേവേട്ടാ. മാളവിക, നീ ഏത് ലോകത്താ? മിണ്ടരുത്. അങ്ങോട്ടൊന്ന് നോക്കി. അങ്ങോട്ട്.